നോക്കൂ ശ്രീ പി വി അൻവർ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എക്സാലോജിക് ആരോപണം ഇന്നോ അല്ലെങ്കിൽ നാളെ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയിൽ പിണറായി വിജയന് ഡിഫൻസ് കൊടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ താങ്കൾ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ എത്രയെത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു. പ്രതിപക്ഷം മാത്രമല്ലല്ലോ, നിങ്ങളൊക്കെ ഉന്നയിച്ചതാണല്ലോ. കഴിഞ്ഞ 7 വർഷമായി ആവർത്തിച്ച് മുഖ്യമന്ത്രിക്കെതിരെ, മുമ്പ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് കൊടിയേരിക്കെതിരെ, മകനെതിരെ, കുടുംബത്തിനെതിരെ, മരുമകനെതിരെ നിങ്ങളൊക്കെ ഇപ്പോഴും ഈ ആക്ഷേപങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ. കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ ഏജൻസികളും അന്വേഷിച്ച എത്ര സംഭവങ്ങൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോഴും അന്വേഷണം നടക്കുകയല്ലേ. ഇതൊക്കെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇങ്ങനൊരു കൗണ്ടർ ആരോപണം ഉന്നയിക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കോ MLA-മാർക്കോ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വാദത്തിന് വേണ്ടി താങ്കൾ പറഞ്ഞത് സമ്മതിക്കാം. ശ്രീ പി വി അൻവർ, വാദത്തിന് വേണ്ടി താങ്കൾ പറഞ്ഞത് സമ്മതിക്കാം. പക്ഷേ സിൽവർ ലൈൻ മുടങ്ങിയ ഘട്ടമുണ്ട്, സിൽവർ ലൈനെതിരായി സമരങ്ങൾ നടന്ന ഘട്ടമുണ്ട്. 2021 പദ്ധതിയെ ഭീകരരൂപിയായി അങ്ങനെ ഒരു ആഖ്യാനം കൊടുത്തയാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ ഉടനടി പ്രതികരിക്കുന്ന PV അൻവർ MLA എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിഫൻസ് എടുക്കേണ്ട ഘട്ടത്തിലേക്ക് കാത്തുവെക്കുകയായിരുന്നോ ഇത്? എപ്പോഴാണ് താങ്കൾ ഇതേക്കുറിച്ച് അറിഞ്ഞത്? ഈ 150 കോടി വന്നതിനെ കുറിച്ചും കൈമാറിയതിനെ കുറിച്ചും? അല്ല, ഞാൻ വൈകി എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? 2021 അവതരിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്? മനസ്സിലാക്കി പൂർണ്ണമായി ബോധ്യപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട് ഇവർ പറഞ്ഞിരുന്നത് ഇതൊരു ഭീകരമായ കേരളത്തെ വെട്ടിമുറിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ 2021 എനിക്ക് വിവരം കിട്ടിയെന്നല്ല പറയുന്നത്. സമയത്ത് തന്നെ കേരളത്തിലെ ജനതയെ ബോധ്യപ്പെടുത്തും. കേട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടായി 150 കോടി കിട്ടിയെന്നാണല്ലോ താങ്കൾ ഇന്ന് സഭയിൽ പറഞ്ഞത്. അതിനെക്കുറിച്ച് താങ്കൾ ഇപ്പോഴാണോ അറിഞ്ഞത്? ഈ അടുത്ത ദിവസങ്ങളിലാണോ അറിഞ്ഞത്? അതെ, ഇപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ടാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയത്. ആ കിട്ടിയ സമയവും ഇപ്പോൾ നിയമസഭയുമായിട്ട് ഒരു 10-25 ദിവസം വ്യത്യാസമേ ഉള്ളൂ. അല്ല, ഒന്നുകിൽ ഈ പണം നൽകിയ ആളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പണം പോയ വഴിയെ കുറിച്ചൊരു ധാരണയുണ്ടാവണം. ഇതിൽ രണ്ടിടത്തും അവ്യക്തതയുണ്ട്. ഒന്ന് ഹൈദരാബാദ്, മറ്റൊന്ന് കർണാടക. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഏതൊക്കെ IT കമ്പനികൾ, ഏതൊക്കെ IT സെക്ടറിൽപ്പെട്ടവരാണ്? ഇങ്ങനെയൊരു സിൽവർ ലൈൻ വന്നാൽ കേരളത്തിലേക്ക് IT വരും, അതുകൊണ്ട് 150 കോടി അങ്ങ് മുടക്കി പ്രതിപക്ഷ നേതാവിന് കൊടുത്ത് ഈ IT വികസനം മുടക്കിക്കളയാം എന്നൊക്കെ ധരിക്കാനുള്ള ശേഷിയുള്ള IT കമ്പനികൾ ഏതാണ് ഹൈദരാബാദും കർണാടകയിലും? അങ്ങനെയുള്ള കമ്പനികൾ ഏതൊക്കെയാണ് കൊടുത്തത് എന്ന് പോലും അങ്ങ് പറഞ്ഞിട്ടില്ല. അല്ല, അത് പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയൂ അരുൺ. അത് പറയേണ്ട ഘട്ടമല്ല ഇപ്പോൾ. ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ അത് ചോദിച്ചിരുന്നെങ്കിൽ ആ സഭയിൽ ഞാൻ പറയുമായിരുന്നു. അദ്ദേഹം ചോദിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി അത് തെളിവ് ഹാജരാക്കേണ്ട ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കും.